നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് മാത്രമല്ല, സമയദോഷവും കാലക്കേടും ഭഗവാനും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വാസമില്ല എന്നാണ് ഉത്തരമെങ്കിൽ കൂത്താട്ടുകുളം മഹാദേവൻ കാലങ്ങളായി കടന്നുവന്ന വഴികളും വ്യവഹാരങ്ങളും ഈ കാലക്കേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും നാഥനായ ശ്രീ പരമേശ്വരന് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ലേ എന്ന ദോഷൈക ദൃക്കുകളുടെ ചോദ്യവും ഇവിടെ വന്നേക്കാം. എന്നാൽ ഒരു ക്ഷേത്ര സങ്കല്പവും അവിടെ നാം ജീവപ്രതിഷ്ഠ നൽകിയിരിക്കുന്ന മൂർത്തിയും എന്തെന്ന് മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാകും. പഴമയും പ്രൗഢിയും നിലനിൽക്കുന്ന കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ഇന്ന് നാം കാണുന്ന രീതിയിൽ ജീർണാവസ്ഥയിലേക്ക് എത്തപ്പെട്ടതിന്റെ കാരണങ്ങളും നമുക്കൊന്ന് നോക്കി വരാം. ഭഗവാൻ പരമേശ്വരന്റെ മധ്യ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ കൂത്താട്ടുകുളം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂത്താട്ടുകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലിനുള്ളിൽ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവിയും ഗണപതിയും ശ്രീമുരുകനും ഉൾപ്പെടുന്ന കുടുംബം സ്വയംഭൂവായ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഈ മഹാക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണിത്. അതിനാൽ തന്നെ ശിവകുടുംബക്ഷേത്രം എന്നും ഇവിടം അറിയപ്പെടുന്നു. നാലമ്പലത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി ചെറിയ ഒരു ശ്രീകോവിലിൽ മഹാവിഷ്ണു പ്രതിഷ്ഠയും പടിഞ്ഞാറു ഭാഗത്തായി അടുത്തടുത്ത ശ്രീകോവിലുകളിലായി അയ്യപ്പന്റെയും ഭദ്രകാളിയുടെയും പ്രതിഷ്ഠകളും കാണാം. ക്ഷേത്രത്തിനുള്ളിൽ വളരെ പഴക്കം ചെന്ന ഒരു കൂവളം പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് വിശേഷാൽ കാഴ്ചയാണ്. 1000-ലധികം വർഷം പഴക്കമുള്ളതും കൂത്താട്ടുകുളത്തിന്റെ സ്ഥലനാമ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യമുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രഗോപുരം ജീർണാവസ്ഥയിൽ എങ്കിലും ഇന്നും പ്രൗഢിയിൽ ഒട്ടും പിന്നോട്ടല്ല. നിരവധി കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും നിറഞ്ഞതാണ് ഈ മഹാക്ഷേത്രം. ബലിക്കൽപുരയുടെ മുകളിൽ രാമായണം പൂർണ്ണമായും ശില്പരൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇത്രയും സാംസ്കാരിക പ്രാധാന്യമുള്ളതും എന്നാൽ ജീർണാവസ്ഥയിലുള്ളതുമായ മറ്റൊരു ക്ഷേത്രം ഉണ്ടാകാനിടയില്ല. ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്ന 1000 പേർക്ക് ഇരിക്കാമായിരുന്ന ഊട്ടുപുരയും 1,00,000 ദീപങ്ങൾ കത്തിച്ചിരുന്ന വിളക്കുമാടവും ഇരുനിര മാളികപ്പുരയും ക്ഷേത്ര നടത്തിപ്പുകാർ പൊളിച്ചു കളഞ്ഞിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഴുവൻ ജംഗമ വസ്തുക്കളും ഈ കാലയളവിൽ എന്നേക്കുമായി നഷ്ടമായി. ഇനി ജീർണതയിലേക്കുള്ള നാൾവഴികൾ നമുക്കൊന്ന് നോക്കാം. അതിന് അല്പം ചരിത്ര വഴിയിലൂടെ പിന്നോട്ട് സഞ്ചരിക്കേണ്ടതായി ഉണ്ട്. വടക്കങ്കൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു കൂത്താട്ടുകുളം. 1750-ൽ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിനോട് ചേർത്തത്. മഹാരാജാവിന്റെ ദളവയായിരുന്ന രാമയ്യനാണ് ഈ ക്ഷേത്രം അന്ന് പുനർനിർമ്മിച്ചത്. വടക്കങ്കൂർ രാജ്യം പിടിച്ചെടുത്തതിന്റെ പ്രായച്ചിത്തമായാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചതെന്നാണ് ചരിത്രം. രാമയ്യ ദളവ ശുചീന്ദ്രത്തെ നമ്പിമാരെയാണ് ക്ഷേത്ര ചുമതല ഏൽപ്പിച്ചിരുന്നത്. ശേഷം ചേനാസ് നമ്പൂതിരി, വേങ്ങശ്ശേരി മൂത്തത്, ആമ്പക്കാട് പണിക്കർ എന്നിവരായിരുന്നു ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ. അമ്പലത്തിലെ ശാന്തിക്കാരായി രാമയ്യൻ ദളവയുടെ ആസ്ഥാനമായിരുന്ന മാവേലിക്കരയിൽ നിന്നും പോറ്റി കുടുംബത്തെയും കൊണ്ടുവന്നു എന്നാണ് ചരിത്രം. മാവേലിക്കരയിലെ അത്തിമൺ എന്ന പോറ്റി കുടുംബത്തിന്റെ കൈവഴിയായിരുന്നു ഇവിടെ ശാന്തിക്ക് എത്തിയ പോറ്റിമാർ. കാലക്രമേണ ചേനാസ്, വേങ്ങശ്ശേരി മൂത്തത് കുടുംബങ്ങളുടെ ഈ മേഖലയുമായുള്ള ബന്ധം ഇല്ലാതായി. അക്കാലത്തെ നാട്ടുപ്രമാണിമാരായ ആമ്പക്കാട് പണിക്കർക്കായിരുന്നു പിന്നീട് അമ്പലത്തിന്റെ ഊരാള ചുമതല. 1950കളോടെ ഊരാള അവകാശ കുടുംബം കൂത്താട്ടുകുളത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയതോടെ ക്ഷേത്രശാന്തിക്കാരായ അത്തിമൺ ഇല്ലം അമ്പലത്തിന്റെയും ദേവസ്വത്തിന്റെയും അധികാരം കൈയടക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളപ്പിറവിക്കും മുൻപ് തന്നെ ഈ അമ്പലത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കുമില്ലെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അന്നത്തെ തിരുക്കൊച്ചി കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ എടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അങ്ങനെ ക്ഷേത്രവും ദേവസ്വം സ്വത്തുക്കളും അത്തിമൺ ഇല്ലത്തിന്റെ കൈവശമെത്തുകയായിരുന്നു എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ ക്ഷേത്രത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് ഭൂമികളെല്ലാം പാട്ടക്കാരുടെ ഉടമസ്ഥതയിലേക്ക് മാറിയെങ്കിലും കരമൊഴിവാക്കിയ ഏക്കർ കണക്കിന് ഭൂമി അമ്പലത്തിന്റെ ഭാഗമായി ഇപ്പോഴുമുണ്ട്. 2016-ൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഈ ക്ഷേത്രത്തിലെ ശില്പ ചിത്ര സംരക്ഷണത്തിനും പുതുക്കി പണിയുന്നതിനുമായി പണം അനുവദിച്ചുവെങ്കിലും ക്ഷേത്ര നടത്തിപ്പുകാരായ അത്തിമൺ ഇല്ലത്തിന്റെ എതിർപ്പ് മൂലം മുടങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്.
ഇതിനെ തുടർന്ന് ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരായ ഭക്തജനങ്ങളുടെ സംഘടനയായ ശിവസ്വം ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനെ ക്ഷേത്ര കൈവശക്കാരായ അത്തിമൺ ഇല്ലം എതിർത്തു. എന്നാൽ ഇല്ലത്തിന്റെ തടസ്സവാദങ്ങൾ ഹൈക്കോടതിയും ദേവസ്വം ഓംബുഡ്സ്മാനും അംഗീകരിച്ചില്ല. ദേവസ്വം ബോർഡിനോട് ഈ അമ്പലവും ക്ഷേത്ര സ്വത്തുക്കളും ഏറ്റെടുത്ത് സംരക്ഷിക്കുവാനും അമ്പലത്തിലെ ആചാരപ്രകാരമുള്ള പൂജാകർമ്മങ്ങൾ മുടക്കമില്ലാതെ നടത്തുവാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് 2018 ഏപ്രിലിൽ ക്ഷേത്രവും അനുബന്ധ ദേവസ്വം സ്വത്തുക്കളും ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രാഥമിക വിജ്ഞാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കി. 2019 നവംബറിൽ ദേവസ്വം ബോർഡ് അമ്പലവും അനുബന്ധ ദേവസ്വം സ്വത്തുക്കളും ഏറ്റെടുത്ത് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2019 ഡിസംബർ 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ നിയമാനുസൃതമായ നടപടികൾ പൂർത്തിയാക്കി ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ അധീനതയിലാക്കി. നിലവിൽ തൃക്കാരിയൂർ ഡിവിഷന്റെ പിന്മറ്റം സബ് ഗ്രൂപ്പിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. 2020-21 കേരള സംസ്ഥാന ബജറ്റിൽ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രമടക്കം അതിപുരാതന ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനായി 5 കോടി രൂപ നീക്കിവെച്ചതായി പ്രഖ്യാപനം ഉണ്ടായി. എന്നാൽ നാളിതുവരെ ഭഗവാന്റെ ദുരിതവും ഭക്തരുടെ ദുഃഖവും മാറുന്നതിനുള്ള യാതൊരു നടപടികളും ആരംഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കൂത്താട്ടുകുളം ശ്രീ മഹാദേവനും മഹാക്ഷേത്രവും പൂർണ്ണ പ്രൗഢിയിൽ എത്തുന്ന കാലം വിദൂരമല്ല എന്ന ശുഭപ്രതീക്ഷയിലാണ് ഭാർഗവ കേരളം. അതിനായി നമുക്ക് കാത്തിരിക്കാം.